ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പൗത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പൗത്രത്തിൻ്റെ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ശാന്തമായിട്ടുള്ള ഇലക്ഷൻ വർക്കുകളായിരുന്നു രണ്ട് കൂട്ടരുടെ, അതായത് വാസവൻ്റെയും ശ്രീകാര്യം ശ്രീനിവാസൻ്റെയും പിന്നെ ഇലക്ഷൻ വർക്കുകൾ വളരെ ശാന്തമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛനും കൂടെ ഒരുക്കുന്ന ഒരു കെണിയിലായ നമ്മുടെ വരുൺ പോയി പെടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യിച്ചത് വിക്രമാണെന്ന് അവർ വരുത്തി തീർക്കാനുള്ള പരിപാടിയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇലക്ഷൻ്റെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എന്താ പറയുന്നത്, ശാന്തമായിട്ടുള്ള ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നമില്ലാണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും തള്ളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു പാട്ടിലൂടെയാണ് ആ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ പ്രേക്ഷകർക്ക്. വളരെ നന്നായിട്ട് തന്നെയാണ് പവിത്രത്തിൻ്റെ ഷൂട്ട് നടന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാട്ടിൽ കൂടെ രണ്ട് കൂട്ടരുടെ ടീം വർക്കുകളും ഓരോ വീടുകളിൽ കൂടെ കയറി ഇറങ്ങുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും ആയിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നന്നായിട്ട് തന്നെയാണ് നടത്തിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിലാണ് ഈ ശ്രീനിവാസിൻ്റെ ടീമാണെന്നും പറഞ്ഞ് അവർ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് അവരാവാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ബുക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ വാസവൻ്റെ ആളുകൾ പോയി പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. ആ പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവർ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നലെ ഒത്തുതീർപ്പാക്കിയതാണല്ലോ എന്ന് വരുൺ പറയുന്നുണ്ട്. അതായത് വാസവൻ്റെ മകനും പറയുന്നുണ്ട്, ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയത് പ്രശ്നമൊന്നുമില്ലല്ലോ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും പ്രശ്നങ്ങളായി. പക്ഷെ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് ഈ പുളിക്കൻ ചെയ്യുന്ന പണിയാണ്. പുളിക്കൻ മറ്റവരുടെ നിന്ന് കാശ് മേടിച്ചുകൊണ്ടാണ് എന്താ പറയുകയാണ് ഈ ചാരപ്പണി ചെയ്യുന്നത്. അതായത് ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛൻ്റെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ഇവരെ രണ്ട് കൂട്ടരെയും കൂടെ അടി കുടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതായത് ശ്രീനിവാസൻ്റെ കൂടെ നിൽക്കുന്നുമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ പുളിക്കൻ ചെയ്യുന്നത്. പലവട്ടവും പുളിക്കൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കും അറിയില്ല ഇവനാണ് അത് ചെയ്യണമെന്നുള്ളത്, ആർക്കും അറിയണമില്ല. അങ്ങനെ ആ സമയത്ത് ഇവൻ ഒരു ഗുണ്ടേനെ കൊണ്ട് വരികയാണ് പുളിക്കൻ. എന്നിട്ട് പോയി കുത്തുകാൻ പറയണം. അങ്ങനെ അവൻ പോയി നമ്മളെ വിക്രമിനുള്ള ആ ടൈപ്പ് ഒരു ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കത്തിയെടുത്ത് വരുണിനെ കുത്തുകയാണ്. പിന്നുന്നാണ് നിന്ന് കുത്തുന്നത്. ആ കുത്തിൽ നല്ലോണം അപകടം പറ്റിയിട്ടുണ്ട് നമ്മുടെ വരുണിന്. അങ്ങനെ അപ്പോൾ ഈ പുളിക്കൻ എന്ത് ചെയ്യുമ്പോൾ വിക്രം എന്ന് വിളിക്കുമ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വിക്രം എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നീ എന്താടാ ചെയ്തതെന്ന് പറഞ്ഞ പുളിക്കൻ ഓടി വരുന്നുണ്ട്. അപ്പോൾ കൂടി നിന്നവരുടെ മനസ്സിൽ എന്താവും, വിക്രമനാണ് ഇത് ചെയ്തതെന്ന്. പക്ഷെ വിക്രം ഒരിക്കലും തലയിലൊരു തൊപ്പി മുഖം മറിച്ചിട്ട് ഒരിക്കലും ചെയ്യില്ല. വിക്രം ചെയ്യൂല, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ നിന്നൊരു അറിയാം, ഇത് വിക്രമാണല്ലോ എന്ന് പരസ്പരം പറയുന്നുണ്ട്. വിക്രം നീ എന്താ ഈ ചെയ്ത് പറയുമ്പോഴേക്കും പുളിക്കൻ ഓടുകയാണ്. വിക്രമിനെ വിളിച്ച് പോകുന്നുണ്ട്. ഇവിടെ നിന്നാൽ ശരിയല്ല എന്നിട്ട് ഓടുന്നുണ്ട്. അപ്പോഴേക്കും വാസവൻ്റെ ആൾക്കാരും ഓടി വരുന്നുണ്ട്. നമ്മുടെ അനിയൻകുട്ടൻ രാജേട്ടനും കൂടെ ഇരുന്ന് ക്യാരം ബോർഡ് കളിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി വിക്രമിൻ്റെയും വേദയുടെയും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, വേദ പിണങ്ങി പോയിരിക്കല്ലേ, ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ. പിന്നെന്താ വരാതെ എന്നപ്പോൾ രാജേട്ടൻ അങ്ങനെ പറയുന്നത്, എനിക്കറിയില്ല ഈ സ്നേഹത്തിന് വലിയ ഇതാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രം അതുവരെ അവരെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ജോസഫ് ഓടി വന്നിട്ട് കതച്ചിട്ടാണ് വരുന്നത്. ജോസഫ് വന്നിട്ട് ചോദിക്കും, വിക്രം എവിടെയായിരുന്നു? രാജേട്ടൻ ആകെ പ്രശ്നമായി, വരുണിന് കുത്ത് കിട്ടിയത് വിക്രമാണെന്നാണ് പറയുന്നത്. വിക്രം ഇത്ര നേരം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. വിക്രം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കളിക്കാനൊരു മൂഡിലറിഞ്ഞിട്ട് അപ്പോൾ 10 മിനിറ്റ് ആയിട്ടോട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്ന് പറയുകയാണ്. അല്ലോ അറിയാം. അപ്പോൾ പിന്നെ അത് ആരാ ചെയ്തത് അറിയും, വിക്രമാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ജോസഫ്. അപ്പോൾ നീ കണ്ടോ വിക്രം? ഇല്ല, ഞാൻ കണ്ടില്ല. അത് എല്ലാവരും കൂടെ എന്നെ പിടിക്കാൻ നോക്കിയതാണ് അവർ. ഞാൻ അപ്പോഴേക്കും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അപ്പോൾ വിക്രം നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ജോസഫ്. ഉണ്ടായിരുന്നു, ഇത്ര നേരം ഞങ്ങളെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇപ്പോൾ അവൻ കുത്താൻ പോയിരിക്കില്ലല്ലോ. മാത്രമല്ല അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. വിക്രമും രണ്ടും നല്ല സ്നേഹത്തിലാണ് രണ്ടുപേരും കൂടെ സംസാരിക്കും. ഇന്നലെ ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ രണ്ടുപേരും കൂടെയാണ് എല്ലാവരും മാറ്റി നിർത്തി ഇതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ എന്തായാലും ജോസഫ് പറയണ, ഇവിടെ നമുക്ക് നിൽക്കേണ്ട, അവരിപ്പോൾ ഇവിടെ വരും, നമുക്ക് പോകാമെന്ന് പറയാം. അങ്ങനെ അവർ ആ ക്ലബ്ബും പൂട്ടി, ഇവർ പൂട്ടുന്നില്ല, അവർ ചാരിയിരുന്നുള്ളൂ. അങ്ങനെ 3 പേരും കൂടെ ബൈക്ക് കയറി വരുമ്പോഴേക്കും മറ്റൊരു വാസവൻ്റെ ആൾക്കാർ വണ്ടിയിൽ വരുന്നുണ്ട്. വണ്ടി വന്നിട്ട് ആ ക്ലബ്ബ് മുഴുവൻ അടിച്ച് തകർത്തിട്ടിട്ട് അവർ പോവുകയാണ്. ഇവിടെ എല്ലാവരും ഇവിടുന്ന് പോയണോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്.
അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വാസവനും ഭാര്യയും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഒരു അനുയായി വന്നിട്ട് പറയും, സാറേ പിന്നെ ഓപ്പറേഷന് നിന്ന് ഇൻറ്റേർണലൊക്കെ ഒരുപാട് മുറിവൊക്കെ ആയിട്ടുണ്ട്, ബ്ലീഡിംഗ് ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, ഓപ്പറേഷന് ചെയ്യാൻ നിന്നതാണ്. അപ്പോഴേക്കും എന്നറിയാം, അപ്പോഴേക്ക് സാറേ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുക, ഡോക്ടറെ പോയി കാണുക പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോഴേക്ക് ഇയാൾക്ക് മനസ്സിലായി വരുണന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ പെട്ടെന്ന് ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടർ പറയും ഉള്ളിലൊക്കെ നല്ല മുറിവായിരുന്നു, മറ്റേ ഉള്ളി അവയവങ്ങൾക്കൊക്കെ കേടുപാട് പറ്റിയിരുന്നു, പക്ഷേ ഞങ്ങൾ പെട്ടെന്നൊരു ഓപ്പറേഷന് വേണ്ടി ആളെ തയ്യാറാക്കിയിരുന്നു, അപ്പോഴേക്കും അറ്റാക്കായി, പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അന്ന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതായത് വരുൺ കഴിഞ്ഞു, ആ കുറ്റം നമ്മളെ അതായത് ശ്രീകാന്തും പിന്നെ അമ്മയച്ചനും പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടുന്ന് ഇവർ ഭയങ്കര കരച്ചില്ല കേട്ടോ, സങ്കടം വരും നമുക്ക് ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ ആഘോഷമാണ്. അതായത് പോലീസും അവരുടെ ഗുണ്ട പോലീസ് ഉണ്ടല്ലോ, അയാളും ഇവർ മൂന്നാളും കൂടെ ഭയങ്കര വെള്ളടിയാണ്. കാരണം അവർ പറയുക, ശ്രീകാന്തൊക്കെ പറയുക, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. എൻ്റെ എന്താണ് തറവാട്ടിക്ക് വരാൻ വേണ്ടി ഒരുങ്ങി നിന്ന് രണ്ട് മരുമക്കൾ, ഇപ്പോൾ രണ്ടാളകത്തല്ല, ഒരുത്തനകത്ത ഒരാൾ ഈ ലോകയെ വിട്ടുപോയി, അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ, പൈസ വാങ്ങിയവൻ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മറ്റേ പോലീസുകാരുണ്ടല്ലോ, എന്തോ ഷിബു എന്നോ, അവൻ പറയുന്നുണ്ട്, അപ്പം നിൽക്കൂ വരട്ടെ, അല്ല അവൻ്റെ ഭാര്യ അവൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ എന്താണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുക എന്തൊക്കെയായാലും അവനകത്ത് കിടക്കണം. അപ്പോൾ പഠിക്കത്ത് തറവാട്ടിക്ക് വരാതിരുന്ന രണ്ട് പേരാണ്, ഒരുത്തനൊരു തെണ്ടി, ഒരുത്തനൊരു ഗുണ്ട, രണ്ടാളെന്തായാലും അങ്ങോട്ട് വരണ്ട എന്നങ്ങനെ പറയുക. ഒരു ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഗുണ്ടകൾ ചെന്ന് നമ്മളുടെ വിക്രമിൻ്റെ വീട് അടിച്ച് തകർക്കുകയാണ്. കാരണം ശ്രീജയുടെ യൂണിറ്റും പാവാതെ ഒരു വിധത്തിൽ കരപ്പ് പറ്റി വരികയായിരുന്നു. അത് മുഴുവൻ വിക്രമിൻ്റെ വീട് അല്ലേ വാസവൻ്റെ ഗുണ്ടകളാന്ന് പറഞ്ഞ് കുറേ പേര് വന്ന് ആ യൂണിറ്റ് മുഴുവൻ അടിച്ച് തകർക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ എഴുന്നേക്കുന്നുണ്ട്, വിശ്വനെ വിളിക്കുന്നുണ്ട്, വിശ്വട്ട് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, എഴുന്നേക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അറിഞ്ഞ് പുറത്ത് വരുന്നുണ്ട്. അതിൻ്റെ പിന്നെ മാഷ് വരുന്നുണ്ട്, അത് പറഞ്ഞ് നമ്മുടെ വിനായകനൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും വന്ന് നോക്കുന്ന സമയത്ത് വീടൊക്കെ ആകെ അടിച്ച് പൊളിച്ചിട്ട്, അപ്പോൾ വാതിൽ തുറക്കുകയെന്ന് പറയും, വിനായകൻ മെല്ലെ മാറാൻ നിൽക്കുക, കാരണം അടി വരുന്നിടത്ത് അവൻ നിൽക്കില്ലല്ലോ, മാറാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ ശ്രീജ പറയും, ഞാൻ നോക്കാം മച്ചാ, എന്താണെന്നറിയില്ല, വേണ്ട മോളെ നീ അനങ്ങണ്ടാന്ന് പറയുകയാണ്, പോയി തുറക്കടാ എന്ന് പറയും. അങ്ങനെ വിനായകൻ വാതിൽ തുറക്കുന്നുണ്ട്. വിനായകൻ വാതിൽ തുറക്കുന്ന ആ സ്പോട്ടിൽ തന്നെ വിനായകനൊരു ചവിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അത് പിന്നെ വേണ്ടത് തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പവിത്രത്തിൻ്റെ കഥ പോണത്. അതിൽ പിന്നെ ഇവനെ വരുൺ മരിച്ചതാണ് ഏറ്റവും വലിയ സങ്കടമായത്. ആ കുട്ടിയൊരു പിന്നെ അനിയത്തിയായിട്ട് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോവുമായിരുന്നു. കാരണം വരുണും വിക്രം തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവരെ തമ്മിൽ തെറ്റിച്ച് മറ്റവരെന്താണോ ചെയ്യാൻ വിചാരിച്ച കാര്യം അതെല്ലാം ഭംഗിയായിട്ട് അവർ ചെയ്തു എന്നാണ് പറയാൻ കഴിയേണ്ടത്. എന്തായാലും ആരും നമ്മളുടെ പവിത്രം മിസ്സാക്കാണ്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും കഥ കൊണ്ട് വരുന്നത്. എൻ്റെ ചാനൽ പോയി കിടക്കുകയായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.